നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. രമേശ് പിഷാരടിക്കെതിരെ കോൺഗ്രസിൽ അതിശക്തമായ കലാപം. തൃപ്പൂണിത്തുറ നിയമസഭാ സീറ്റിൽ രമേശ് പിഷാരടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് വന്നപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ശക്തമായ നീക്കങ്ങൾ എറണാകുളത്തെ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നതെന്നാണ് പറയുന്നത്. രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഇപ്പോൾ നിലവിലുള്ള MLA കെ ബാബു ആവശ്യപ്പെട്ടുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് നേതാക്കളും രമേശ് പിഷാരടിയെ നിർത്തണമെന്ന കാര്യത്തിൽ ഏകാഭിപ്രായക്കാരാണ്. കാരണം പിഷാരടി അവിടെ നിന്നാൽ വിജയിക്കും. പിഷാരടി ആകട്ടെ ഒരു കോൺഗ്രസ് അനുഭാവമുള്ള ആളാണ്. രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ നടന്നതാണ്. തന്റെ കോൺഗ്രസ് ബാന്ധവത്വം ഒരിക്കലും മറച്ചുവെക്കാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ രമേശ് പിഷാരടിയെ തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാൽ ആ സീറ്റ് നഷ്ടപ്പെടാതെ ഇരിക്കുമെന്നുള്ള വിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. എന്നാൽ തൃപ്പൂണിത്തുറ സീറ്റിൽ ബൈലി കാമുകന്മാർ നിരവധിയാണ്. DCC ഭാരവാഹിയും ടെലിവിഷൻ ചർച്ചകളിലെ തിളങ്ങുന്ന സാന്നിധ്യവുമായ രാജു പി നായരടക്കം നിരവധി ആളുകൾ തൃപ്പൂണിത്തുറ സീറ്റ് ലഭിക്കാൻ വേണ്ടി തലക്കിടിക്കുന്നുണ്ട്. എന്നാൽ വിജയസാധ്യത ആർക്കാണെന്ന് കോൺഗ്രസ് നേതൃത്വം അളന്നു തൂക്കി നോക്കിയപ്പോൾ രമേശ് പിഷാരടി നിന്നാൽ അവിടെ വിജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ധാരണ അവർക്ക് കിട്ടി. ഏതായാലും CPM കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും നിർത്തുക എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ CPM-ന് നല്ല വേരോട്ടവുമുണ്ട്. കെ ബാബുവിന്റെ തന്ത്രപരമായ നിലപാട് കൊണ്ടും CPM അണികളിൽ പോലും അദ്ദേഹത്തിന് സ്വാധീനമുള്ളത് കൊണ്ടുമാണ് പലതവണ അദ്ദേഹം ജയിച്ചു വന്നത്. അതുകൊണ്ട് തന്നെയാണ് കെ ബാബുവിനെ വീണ്ടും നിർത്തിയത്. തോറ്റുപോയിട്ടും 2016 അദ്ദേഹം പരാജയപ്പെട്ടിട്ടും 2021 അദ്ദേഹത്തെ വീണ്ടും നിർത്തിയത് തന്നെ ആ സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ആ സീറ്റ് അദ്ദേഹം തിരിച്ചു പിടിക്കുകയും ചെയ്തു. കാരണം തൃപ്പൂണിത്തുറ മണ്ഡലം കെ ബാബുവിന് കൈവെള്ളയിൽ എന്ന പോലെ സുപരിചിതമാണ്. അവിടേക്കാണ് രമേശ് പിഷാരടി വന്നിറങ്ങുന്നത്. പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കാൻ കെ ബാബു നേരത്തെ തന്നെ സമ്മതം മൂളിയിരുന്നു. VD സതീശൻ അടക്കമുള്ളവർ, സണ്ണി ജോസഫ് അടക്കമുള്ള എല്ലാവരും പിഷാരടി അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കോൺഗ്രസിലെ മറ്റ് പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾക്കും അത്ര വലിയ എതിർപ്പില്ലെങ്കിലും ആ സീറ്റ് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അതിശക്തമായ എതിർപ്പിലാണ്. 2 KPCC ഭാരവാഹികളടക്കം ആ സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. KC വേണുഗോപാലിന്റെ അടുത്ത ആളായ പഴയ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് അടക്കം തൃപ്പൂണിത്തുറ സീറ്റ് ലക്ഷ്യമിടുന്ന നിരവധി നേതാക്കളുണ്ട്. എന്നാൽ അവരെ ആരെയും അടുപ്പിക്കാതെയാണ് കോമഡി രംഗങ്ങളിലെ വലിയ താരമായ രമേശ് പിഷാരടി തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. പിഷാരടി മത്സരിച്ചാൽ ആ സീറ്റ് പിന്നെ കോൺഗ്രസിന് തന്നെ ലഭിക്കുമെന്നും മറ്റൊരാൾക്കും അവിടെ വരുന്ന ഒരു 15 വർഷത്തേക്ക് മത്സരിക്കാൻ കഴിയില്ലെന്നും ഈ നേതാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4ഓളം പ്രമുഖ നേതാക്കൾ രമേശ് പിഷാരടിക്കെതിരെ അംഗത്തിനിറങ്ങുകയാണ് അവിടെ. പിഷാരടിയെ നിർത്തിയാൽ ഇവരെല്ലാവരും കാലുവാരുമെന്നുള്ള ഭയവും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിഷാരടി മികച്ച സ്ഥാനാർത്ഥിയാണെന്നും അദ്ദേഹത്തെ നിർത്തിയാൽ വിജയിക്കാമെന്നും കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാമെങ്കിലും കോൺഗ്രസിനുള്ളിലെ തൊഴുത്തിൽ കുത്ത് അപാരമാണെന്ന് നേതാക്കൾക്കറിയാം. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയാകാൻ മത്സരിച്ച് കച്ചകെട്ടി നിൽക്കുന്ന 4ഓ 5ഓ നേതാക്കന്മാർ ഒരുമിച്ച് നിന്ന് പിഷാരടിയെ വാരിയാൽ എന്ത് ചെയ്യും? അതും കോൺഗ്രസ് നേതൃത്വത്തിന്, കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾക്കെല്ലാം തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ഒരു നിർദ്ദേശവുമായാണ് പാർട്ടി മുന്നോട്ട് പോകുന്നതെങ്കിലും ശക്തമായ എതിർപ്പ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഉറപ്പാണ്. അതിൽ തർക്കമില്ല. പിഷാരടിയെ മാറ്റി വേറൊരാളെ നിർത്തിയാൽ CPM അവിടെ ജയിക്കുമെന്നും കോൺഗ്രസ് കരുതുന്നു. ഒരു സീറ്റ് കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത തവണ ഭരണം പിടിക്കാൻ കഴിയുള്ളൂ. ഏതായാലും പിഷാരടിയെ നിർത്തിയുള്ള പരീക്ഷണം, കോൺഗ്രസിന്റെ ഈ പരീക്ഷണം എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഇപ്പോൾ ആർക്കും പറയുക സാധ്യമല്ല. ഏതായാലും 4-5 പ്രമുഖ നേതാക്കന്മാർ അവിടെ സ്ഥാനാർത്ഥിയാവാൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുമ്പോൾ മിമിക്രിക്കാരനായ അല്ലെങ്കിൽ കോമഡി ഷോകളിലൂടെ ജനങ്ങളെ ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ ജനകീയനായ രമേശ് പിഷാരടി അവിടെ വന്നാൽ എങ്ങനെയായിരിക്കും പാർട്ടി നേതാക്കളുടെ പ്രതികരണമെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്.